സൈനിക അഭ്യാസത്തിനിടെ സ്വന്തം രാജ്യത്ത് ബോംബുകൾ വർഷിച്ച് ദക്ഷിണ കൊറിയ. വീടുകൾക്കും ആരാധനാലയത്തിനു മുകളിലാണ് ബോംബുകൾ പതിച്ചത്. സ്ഫോടനത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. ചിലരുടെ നില ഗുരുതരമാണ്. യുഎസ് സൈന്യവുമായി സംയുക്തമായി നടത്തിയ ലൈവ് ഫയർ അഭ്യാസത്തിനിടെയാണ് സംഭവം. 2 ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ സ്വന്തം രാജ്യത്ത് 8 ബോംബുകൾ വർഷിക്കുകയായിരുന്നു. ഉത്തര കൊറിയയ്ക്ക് സമീപമുള്ള പൊച്ചിയോൺ നഗരത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പരിശീലനത്തിനിടെ എയർഫോഴ്സ് KF-16 എയർക്രാഫ്റ്റുകളിൽ നിന്നാണ് MK-82 ഇനത്തിൽപ്പെട്ട ബോംബുകൾ പതിച്ചത്. സ്ഫോടനത്തിൽ കെട്ടിടങ്ങളും ഒരു പള്ളിയും തകർന്നു. 30ഓളം പേർക്ക് പരിക്കേറ്റു. പൈലറ്റ് തെറ്റായ നിർദ്ദേശം നൽകിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രാഥമിക നിഗമനം. വിഷയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും നാശനഷ്ടങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നതായും ദക്ഷിണ കൊറിയൻ വ്യോമസേന അറിയിച്ചു. നാശനഷ്ടങ്ങളുണ്ടായവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പൊജിയോണിൽ നടക്കുന്ന ദക്ഷിണ കൊറിയ US സംയുക്ത സൈനികാഭ്യാസത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെയാണ് സംഭവം. അന്വേഷണം അവസാനിക്കുന്നതുവരെ എല്ലാ സൈനിക അഭ്യാസങ്ങളും പരിശീലനങ്ങളും നിർത്തിവെച്ചതായും ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. സംഭവത്തിൽ സൈന്യം ക്ഷമാപണവും നടത്തി. അതേസമയം USഉം ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന അഭ്യാസങ്ങൾ സംഘർഷം വർദ്ധിപ്പിക്കുകയാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ആരോപിച്ചു.